ഞങ്ങളൊക്കെ വളർന്നു വന്ന കാലഘട്ടം എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഒരർത്ഥത്തിൽ ഞങ്ങളൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടുകാരാണ്, പഴയ ആളുകൾ എന്ന് മാത്രമല്ല. ഞാനൊക്കെ ഒരു അധ്യാപകനായിട്ട് വന്ന് ജോലി ആരംഭിച്ച സമയത്ത് ഞങ്ങളോടൊക്കെ അന്ന് പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള സെമിനാറുകളിലൊക്കെ വന്ന് ചർച്ചയ്ക്കിരിക്കുന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ട് കേട്ടിരുന്നൊരു സംഗതി 21-ാം നൂറ്റാണ്ടിലേക്കുള്ള കുതിച്ചുചാട്ടമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഇവിടെയുള്ള പഴയ ആളുകളുണ്ടെങ്കിൽ അവരിത് കേട്ടുകയാണ്. സ്ഥിരമായിട്ട് ഏതെങ്കിലും വൈസ് ചാൻസലർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങളോടൊക്കെ പറയുക, നിങ്ങളൊക്കെ 21-ാം നൂറ്റാണ്ടിനുള്ള കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കണം. നമ്മളൊരു 21st സെഞ്ച്വറി സിറ്റിസൻസിനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് ഞങ്ങളോടൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞു 21 നൂറ്റാണ്ടായി കഴിഞ്ഞു. 21-ാം നൂറ്റാണ്ടിൻ്റെ 25 കൊല്ലവും കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളീ കണ്ട 21-ാം നൂറ്റാണ്ട് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരല്പം സംശയമുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. 21-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതിക വിദ്യയുടെ നൂറ്റാണ്ടായിരിക്കും. അന്ന് ഇത് പറയുന്ന സമയത്ത് നെറ്റില്ല, വേൾഡ് വൈഡ് വെബില്ല, അത് മൊബൈൽ ഫോണുകളില്ല, ഇങ്ങനെ യാതൊന്നുമില്ല. പ്രത്യേകിച്ച് AI എന്ന് പറയുന്ന ഏർപ്പാടില്ല, ചാറ്റ് GPT-യും മെറ്റയും ഒന്നുമില്ല. ഇങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് 21-ാം നൂറ്റാണ്ടിലേക്ക് നിങ്ങൾ കുതിച്ചു ചാടണം. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞ് ഞങ്ങൾ കുതിച്ചു ചാടി. അതാണല്ലോ മെറ്റയും ചാറ്റ് GPT-യും ഒക്കെ. അങ്ങനെയാണെന്നാണ് ഇപ്പം എൻ്റെ ധാരണ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു പക്ഷേ സെമിനാർ പേപ്പറുകൾ ചാറ്റ് GPT എഴുതി തരുമ്പോൾ, എനിക്ക് അറിഞ്ഞുകൂടാ, മിക്കവാറും എഴുതി തരുന്നുണ്ടാവാം. ചാറ്റ് GPT എഴുതി തരുമ്പോൾ ചുരുങ്ങിയതിൽ ഇംഗ്ലീഷെങ്കിലും തിരുത്തി തരുമ്പോൾ അതെങ്കിലും ചെയ്യുന്നുണ്ടാവും എന്നുള്ള ഉറപ്പുണ്ട്. നമ്മൾ ആ 21-ാം നൂറ്റാണ്ടിലേക്കുള്ള കുതിച്ചുചാട്ടം നടത്തിക്കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ നമ്മൾ വേറെ പലതും കേൾക്കുന്നുണ്ട്. ഇന്നലെ ഞാനൊരു ചർച്ച നമ്മളിപ്പോഴത്തെ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരാൾ, പുള്ളി തമ്മിൽ എന്ന് പറയുന്നൊരു പരിപാടി ഇങ്ങനെ നടത്തുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നടത്തിയൊരു പരിപാടി കോസ്മെറ്റോളജിയെ പറ്റിയാണ്. നിങ്ങൾക്കൊക്കെ വലിയ താല്പര്യമുള്ളൊരു കാര്യമായിരിക്കും. എങ്ങനെയാണ് മുഖം മിനുക്കുക, എങ്ങനെയാണ് സുന്ദരിയായിരിക്കുക അല്ലെങ്കിൽ സുന്ദരനായിരിക്കുക. അപ്പോൾ സുന്ദരികളും സുന്ദരനാവാനും വേണ്ടിയിട്ട് ഉള്ള പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറഞ്ഞത് ടെക്നോളജിയുടെ ഒരു ഉപയോഗമാണ്. എന്നുവെച്ചാൽ സുന്ദരന് വേണ്ടി കുളിച്ച് വൃത്തിയായിരിക്കുക എന്നുള്ളതല്ല പറയുന്നത്. നിങ്ങൾ കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വൃത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, യാതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്നോളജി ഉപയോഗിക്കണം. അങ്ങനെ ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് ഇരിക്കാം. ഇതാണ് പറഞ്ഞു വരുന്ന മറ്റൊരു സംഗതി. ഇപ്പോൾ അടുത്ത് തന്നെ വരുന്ന മറ്റൊരു കാര്യമുണ്ട്. ധാരാളം പേര് ഇപ്പോൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സെക്സ് മാറുന്നുണ്ട്. നല്ലൊരു പരിപാടിയാണ്. എനിക്കിപ്പോൾ കുറച്ചു കാലം ഞാനിപ്പോൾ പുരുഷനായിട്ട് ജീവിച്ചിരുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ എനിക്ക് സ്ത്രീയായിട്ട് ജീവിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സെക്സ് മാറിയിട്ട് സ്ത്രീയായിട്ട് ജീവിക്കുന്നു. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. കൈകാശുണ്ടെങ്കിൽ ജീവിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ, ഇത്തരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെക്നോളജിക്കലായിട്ടുള്ള ഒരു ഡോമിനൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പം തന്നെ പിടികൂടിയിരിക്കുക. മിക്കവാറും ആളുകളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 90 വയസ്സ് വരെ ജീവിക്കുന്ന, എനിക്ക് 70 വയസ്സ് കഴിഞ്ഞോട്ടോ, ഇനി ഇത് 20 കൊല്ലം കൂടി ഇങ്ങനെ ജീവിച്ചിരിക്കാനുള്ള സ്കോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഒരു പക്ഷേ 25 കൊല്ലമൊക്കെ ജീവിച്ചിരിഞ്ഞ പിന്നെ എന്താവോ തിരിഞ്ഞാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് വേറൊരു പ്രശ്നമാണ്. ഞാൻ 10-20 കൊല്ലം കൂടി ജീവിച്ചിരിക്കും. ആ 20 കൊല്ലം ജീവിച്ചിരിഞ്ഞ് മിക്കവാറും എവിടെയെങ്കിലും പോയിട്ട് വെന്റിലേറ്ററിൽ കിടക്കും. എന്നിട്ട് മേപ്പോട്ട് നോക്കി അവിടെ കിടക്കും. അവിടെ എന്നെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കും. ചത്തുപോയിട്ട് കുറെ കാലം ആയി, എന്നാലും എന്നെ ഇങ്ങനെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ജീവിപ്പിച്ച് അവസാനം ഞാൻ മരിച്ചു എന്ന് അവസാനം തീരുമാനിക്കും. അതുവരെ ഞാൻ അങ്ങനെ ജീവിക്കും. എന്തിനാ ജീവിക്കുന്നത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എന്തിനാണ് വെന്റിലേറ്ററിൽ പോയിട്ട് കിടന്ന് ജീവിച്ചിട്ട് എന്താ കാര്യമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല.
എന്തിനാണ് എല്ലാ ദിവസവും ഇത്തരത്തിൽ ഡയാലിസിസും മറ്റും നടത്തി ജീവിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ ജീവിക്കും. ജീവിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തെ, നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ സ്കിന്നിനെ, അല്ലേ, ശരിയല്ലേ, വാക്ക് ശരിയാണോ എന്ന് എനിക്കറിയാം, ചർമ്മം എന്ന് പറയണത്, ചർമ്മത്തെ, ആ ചർമ്മത്തെയൊക്കെ നന്നാക്കിയെടുക്കുന്ന പരിപാടി ടെക്നോളജിയാണ് നടത്തുന്നത്. പിന്നെ മറ്റൊരു ഗുണവും കൂടികൾ, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കേണ്ട എന്നും ടെക്നോളജി തീരുമാനിക്കുന്നുണ്ട്. കാരണം അതേ ചെയ്തോളൂ. നിങ്ങൾ എന്തിനാണ് ബുദ്ധി ഉപയോഗിക്കുന്നത്? ആ ബുദ്ധി ഏറ്റെടുക്കുന്ന പണി ChatGPTയും മറ്റേം കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്തോളൂ. ഇപ്പൊ പുതിയ പുതിയ സാധനങ്ങൾ വരുന്നുണ്ട്, അതുകൂടി വന്ന് അത് ചെയ്തോളും. നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇവിടെ തീസിസ് കൊടുക്കുന്ന പണി വരെ വേണമെങ്കിൽ അവർ ചെയ്തോളൂ. എന്തിനാണ് ഈ ഒരു റിസർച്ച് സ്കോളേഴ്സ് അസോസിയേഷൻ തീസിസ് ഒക്കെ എഴുതി ബുദ്ധിമുട്ടുന്നത്? ചെയ്തോളൂ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ബുദ്ധിയില്ലാത്ത, കാരണം ബുദ്ധി വേറെ വല്ലവരും മെഷീൻസിന് കടം കൊടുക്കുന്ന, അതിനോടൊപ്പം തന്നെ നമ്മളിങ്ങനെ സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് ജീവിക്കുന്ന, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത ഒരു സംഘം ആളുകളായിട്ട് നമ്മളിങ്ങനെ ജീവിക്കും. ജീവിച്ചു കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ മരിക്കും. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പിന്നെ അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ മിക്കവാറും ടെക്നോളജി കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സോംബി, പ്രേതം, ഇല്ലേ, ദലൂലു എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു സംഭവമൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം, ഇല്ലേ, സൗകര്യം ഇല്ലേ. പലർക്കും അങ്ങനെ ആലോചിക്കുന്നില്ല, ദലൂലു ആവണം എന്നുള്ള ആഗ്രഹമുള്ള പല ആൾക്കാരും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തരത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ഏർപ്പാട് ഉണ്ടാക്കിത്തരും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, നമ്മളിവിടെ ടെക്നോളജിയുടെ അടിമകളായി തീരുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് ഞാൻ കാണുന്നു. നമ്മൾ ടെക്നോളജിയുടെ അടിമകളായി തീരുന്ന, നമ്മളുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലും ടെക്നോളജി നിയന്ത്രിക്കുന്ന, നമ്മളുടെ പ്രൈവസി അടക്കമുള്ള സംഗതി, എന്തിന് സെക്സ് അടക്കമുള്ള കാര്യങ്ങൾ ടെക്നോളജി നിയന്ത്രിക്കുന്ന ഒരു ലോകത്തിലേക്ക് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുക. ടെക്നോ ഫെറ്റിഷിസം എന്നൊക്കെ പറയും, ഒരു തരം ടെക്നോ പൂജ എന്ന് പറയുന്ന വാക്ക് ശരിയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ടെക്നോ വിഗ്രഹാരാധന എന്നൊക്കെ പറയുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം. ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റം കൂടിയുണ്ട്. ആ മാറ്റം ഇപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റുന്നു. അതായത് മെഷീൻസ് നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ മെഷീൻസ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം തന്നെ നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്. എന്താണത്? എത്രമാത്രം സോഷ്യൽ മീഡിയ നമ്മൾ നിയന്ത്രിക്കുന്നു. നമ്മളെ നിരന്തരമായിട്ടുള്ള രാഷ്ട്രീയത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ആരായിരിക്കും? നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കും. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന, ഏറ്റവും കൂടുതൽ കാണുന്ന രാഷ്ട്രീയക്കാരാരാണ്? അവരെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നവർ, അല്ലെങ്കിൽ ഒരു അന്തിച്ചർച്ചയിൽ വന്ന് വിഡിത്തം പറയുന്ന ആളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന രാഷ്ട്രീയക്കാരൻ. ഞാനത് വിഡിത്തം പറയാന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം, വിഡിത്തമല്ല പറയുന്നതെന്നുള്ള കാര്യത്തെ പറ്റി ഒരുപാട് ചർച്ച വരും. പക്ഷെ ഞാനിപ്പോൾ ഒരു 20ാം നൂറ്റാണ്ടുകാരനായതുകൊണ്ട് ധൈര്യമായിട്ട് ഇങ്ങനെ പറയുന്നതാണ്. അല്ലെ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിച്ച ആൾക്കെന്തും പറയാം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയക്കാരെയാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ ചർച്ചകൾ കേൾക്കാറില്ല. നമ്മളിപ്പോൾ ഇപ്പം വികസനം, ഇപ്പൊ ഇവിടെ ശിവൻകുട്ടി മിനിസ്റ്റർ ഇവിടെ വികസനത്തെക്കുറിച്ച് 21 ലോകോത്തരമായിട്ടുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുകയാണെന്ന് ഇപ്പം പറഞ്ഞിട്ട് പോയിട്ടുള്ളൂ. ഈ ലോകോത്തരമായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വ്യവസ്ഥ നമ്മൾ എവിടെയെങ്കിലും ചർച്ച ചെയ്ത് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഇവിടുത്തെ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീഡിയയിൽ നിങ്ങൾ അത്തരത്തിലുള്ള ചർച്ചകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. എന്താണ് മറ്റുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ അറിയുമോ? ഇല്ല. താരിഫ് വാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയുമോ? എന്താണ് താരിഫ് വാർ? ഈ ട്രംപ് എന്ന് പറയുന്ന ആള്, അയാൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കറിയാം? എത്ര പേർക്കറിയാം നമ്മളുടെ ഇടയിൽ? എന്താണ് താരിഫ് യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയോ? ചിലപ്പോൾ കോളേജിലെ എക്കണോമിക്സ് വിദ്യാർത്ഥികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കഷ്ണവും പൊടിയൊക്കെ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. അതിലപ്പുറം നമുക്കറിയില്ല. കാരണം നമ്മളോട് ആരും പറയുന്നില്ല, നമ്മളോട് ആരും അതൊന്നും പറയാറില്ല. നമ്മളോട് അതിന് പകരം പറയുന്നത് വേറെ ചില കാര്യങ്ങളാണ്.
നമ്മളോട് പറയുന്നത്, ഉദാഹരണത്തിന് നമ്മളോട് ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന സ്ത്രീയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആരും കുറ്റം പറയല്ല. അങ്ങനെ ഒരു സ്ത്രീയെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ താരിഫ് വാർ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അറിയില്ല. നമ്മളെല്ലാവരും ഇവിടുത്തെ ഒരു പ്രമുഖ MLA-യുടെ ലീലാവിലാസങ്ങൾ കണ്ട് സന്തോഷിച്ച ആൾക്കാരാണ്. ഞാൻ പറയുന്ന ആരും കുറ്റം പറയല്ല. ആ പ്രമുഖ MLA-യുടെ ലീലാവിലാസങ്ങൾ കേൾക്കുക, അതിൻ്റെ രാഷ്ട്രീയവും ഉണ്ട്, ആ രാഷ്ട്രീയവും നമുക്കറിയാം. പക്ഷേ അങ്ങനെ പറയുമ്പോൾ നമുക്കിവിടെ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരാളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്ന വലിയൊരു ചർച്ച ഇപ്പോൾ ലോകമാസകലം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്ന ചർച്ചയിൽ അതിൽ കുടുങ്ങാത്ത ആളുകൾ വളരെ ചുരുക്കമേ ഉള്ളൂ. ഒരു വലിയൊരു സെക്ഷൽ റാക്കറ്റായിട്ടത് മാറിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ട് ആർക്കും അറിയില്ല. ഇപ്പൊ ട്രംപും ഒക്കെ കുടുങ്ങാൻ പോകുന്നൊരു സംഗതി ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഫയൽസാണ്. അതിൽ നമ്മളെ ആർക്കും നമുക്കറിയില്ല. കാരണം ഇപ്പൊ അത് ഭാഗ്യത്തിന് സെക്സ് ഉള്ളതുകൊണ്ട് ഇല്ലേ, അല്ലെങ്കിൽ പിന്നെ ആരും ശ്രദ്ധിക്കില്ല. ഭാഗ്യത്തിന് അതിൻ്റെ അകത്ത് കുറച്ച് സെക്സ് കടന്നു വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും മീഡിയ അത് കാണിക്കും. അല്ലാതെ ഗൗരവമുള്ള എന്തെങ്കിലും വിഷയം വന്നിട്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു ചർച്ച എന്നൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ ആരും അത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അതിൻ്റെ അകത്ത് സെക്സ് ഉള്ളതുകൊണ്ട് നമ്മൾ കാണിക്കും, അതേ കാണൂ. അതിൻ്റെ അകത്ത് നടക്കുന്ന സാമ്പത്തികം നമ്മൾ കാണില്ല. അതിൻ്റെ അകത്ത് നടക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള നെഗോസിയേഷൻസിൻ്റെ രൂപങ്ങൾ നമുക്കറിയില്ല. അതൊന്നും നമ്മൾ കാണാൻ പോകുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിഡ്ഢികളാക്കുന്ന പരിപാടി. നമ്മളിരിക്കുന്ന ആളുകൾ മുഴുവനും മണ്ടന്മാരും വിഡ്ഢികളുമാക്കുന്ന, താരിഫ് വാർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലാത്ത, ട്രംപ് എന്താണ് കാണിച്ചതെന്നറിയില്ലാത്ത ഗ്രീൻലൻഡ് എന്ന് പറയുന്ന സ്ഥലം എത്ര പേർക്കറിയാം എവിടെയാണെന്ന്? നമ്മളുടെ ഇടയിൽ നമ്മൾ ആരെങ്കിലും എൻ്റെ മാപ്പ് വല്ലതും കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ വല്ല പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി വല്ലയിടത്തും കണ്ടു കാണും. നമ്മൾ എവിടെയെങ്കിലും നമ്മളുടെ മാപ്പ് കാണിച്ചിട്ടുണ്ടോ? ഇല്ല. ഗ്രീൻലൻഡ് എന്ന് പറയുന്ന അവിടുത്തെ പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എസ്കിമോ, ഇഗ്ലു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് കേൾക്കുമായിരുന്നു. മാഷ് പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെയാണെന്ന് എൻ്റെ ധാരണ. അങ്ങനെ കേൾക്കും. ഇപ്പം അതിൻ്റെ പേര് മാറി, ഇന്നുവിറ്റ് എന്നാണ് അവരുടെ പേര്. എസ്കിമോ എന്നുള്ള വാക്കൊക്കെ പോയി. അവർ ഇന്നുവിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇന്നുവിറ്റുകളെ കുറിച്ച് ആർക്കറിയാം? എത്ര പേർക്കറിയാം? അവിടെ താമസിക്കുന്നവരെന്താണെന്നറിയാം. എന്തിനാണ് ഈ ഗ്രീൻലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി ട്രംപ് ഇത്ര വലിയ ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ആർക്കറിയാം? ആർക്കും അറിയില്ല. ആർക്കും അറിയേണ്ട കാര്യമില്ല. കാരണം നമ്മളോട് ആരും പറയുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രയോജനമുണ്ട്? നമ്മളോട് ആരും പറയുന്നില്ല, അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രയോജനം? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു സംഘം ബണ്ടിൽ ഓഫ് ഇഗ്നറൻസ് ആക്കി മാറ്റുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഈ മെഷീനിൻ്റെ നിയന്ത്രണത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാക്കി മാറ്റുക എന്ന് പറയുന്ന പണിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു സംഗതി, നമ്മളിപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സർവൈലൻസ് സ്റ്റേറ്റ് എന്ന് പറയുന്നൊരവസ്ഥയിലൊക്കെയാണ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും നമ്മളിപ്പോൾ ചെറിയ ഈ ചാര ഉപഗ്രഹങ്ങൾ എന്നൊക്കെ പറ്റി ചിലപ്പോൾ കേട്ടുക. ചാരന്മാരും നമ്മളുടെ ഇടയിൽ തന്നെയാണ്. നമ്മൾ കയ്യിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ തന്നെയാണ് ഏറ്റവും വലിയ ചാരൻ. കയ്യിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ എന്തെൻ്റെ ചാരനായിട്ട് വരുന്നത് എന്താണ്? നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ബയോമെട്രിക് പഞ്ചിങ് എന്ന് പറയുന്ന സാധനം നടത്തുന്നുണ്ട്. നിങ്ങളുടെ ബയോമെട്രിക് പഞ്ചിങ് എന്ന് പറയുന്ന സാധനം നടത്തുന്നത് ഫെദർ ടച്ച് എന്ന് പറയുന്ന ഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എനിക്കറിയാം. പലരുടെയും കയ്യിൽ ആ ഫോൺ ഉണ്ടാവും. ആ ഫെദർ ടച്ച് എന്ന് പറയുന്ന ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബയോമെട്രിക് പഞ്ച് അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ മുഴുവനും ഡേറ്റ, നിങ്ങൾ ആരാണ്, എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എവിടെയാണ് ജനിച്ചത്, എവിടെയാണ് വളർന്നത്, നിങ്ങൾ ഇതുവരെ ചെയ്തത് എന്താണ്, മുഴുവനും ഡേറ്റ ഒറ്റയടിക്ക് ഈ പറയുന്ന ഫോൺ ഉടമയുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞു. ഇതിൻ്റെ അർത്ഥം എന്താ? അപ്പം നമ്മളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ലൈഫിനെ കുറിച്ചുള്ള നിങ്ങൾ നടത്തുന്ന ചെറിയൊരു മെസ്സേജ്, ചിലപ്പോൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനായിരിക്കും, പെൺസുഹൃത്തിനായിരിക്കും മെസ്സേജ് അയക്കുന്നത്. ഈ മെസ്സേജിൻ്റെ ഇംപ്രിന്റ് ആരുടെ കയ്യിലെത്തി? അപ്പുറത്തെത്തിക്കഴിഞ്ഞു. ഇതൊരു വസ്തുതയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഓരോ പ്രവർത്തനവും സർവൈലൻസിന്റെ നിലയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ChatGPT-യുടെ ചർച്ചയൊക്കെ സംസാരിക്കാറുണ്ടല്ലോ, ഇല്ലേ? പലരും സംസാരിക്കാറുണ്ടല്ലോ. നിങ്ങളെ പേര് വിളിച്ചല്ലേ തിരിച്ച് സംസാരിക്കാറുള്ളൂ.
ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ ഇങ്ങോട്ട് പേര് വിളിക്കുന്നില്ലേ? പേര് വിളിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ChatGPTക്ക് നിങ്ങളുടെ ഡേറ്റ മുഴുവനും അറിയാം. നിങ്ങൾ ആരാണ്, എന്താണ് എന്നുള്ള ഡേറ്റ മുഴുവൻ ChatGPT കൈ വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ആളുടെ വന്നു കഴിഞ്ഞു. പിന്നെ നിങ്ങളാരാ? നിങ്ങൾ എന്ത് പ്രൈവസിയാ നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് എന്ത് സ്വകാര്യതയാണുള്ളത്? ഒന്നുമില്ല. നിങ്ങൾ വെറും നഗ്ന ശരീരമായിട്ട് അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുക. വെറും നേക്കഡ് ബോഡി അതായിട്ട് അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. അങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ ആ സർവൈലൻസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറുമ്പോൾ, നിങ്ങൾ നമ്മൾ ഓരോരുത്തരും അത്തരത്തിലായിട്ട് മാറുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഈ മഹത്തായ പാഠത്തിന്റെ അർത്ഥം എന്താണ്? ഒന്നുമില്ല. വി ആർ ജസ്റ്റ് ഹ്യൂമൻ ആനിമൽസ്, വേറൊന്നുമല്ല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അതാണ് ഇപ്പോഴത്തെ ഒരു വലിയ ചർച്ചാ വിഷയം. ഒന്ന്, നിങ്ങളുടെ തലച്ചോറ് പോയി, നിങ്ങളുടെ ശരീരം പോയി, നിങ്ങളുടെ അതിന് മുഴുവൻ പോയി കഴിഞ്ഞ് അത് മുഴുവൻ സർവൈലൻസിലേക്ക് വന്നു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ യഥാർത്ഥത്തിൽ, പലരും പറയും, ഞാനത് അംഗീകരിക്കാത്തൊരു പ്രയോഗമാണെങ്കിലും, ഒരു മാനവോത്തര ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കും. പോസ്റ്റ് ഹ്യൂമൻ ഫേസ്. യു ആർ നോ ലോങ്കർ ഹ്യൂമൻ. മനസ്സിലായില്ലേ? നിങ്ങൾ വെറും ശരീരങ്ങളാണ്. നിങ്ങൾക്ക് ബുദ്ധി പോലുമില്ല. ബുദ്ധി ഞാൻ പറഞ്ഞു തരുന്ന ബുദ്ധിയാണ്. നിങ്ങൾ വെറും ശരീരങ്ങളാണ്, നിങ്ങൾക്ക് ബുദ്ധി പോലുമില്ല, ഞാൻ പറഞ്ഞു തരുന്ന ബുദ്ധിയാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മളൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കും. ഇതാണ് അത് മെഷീൻ ലേണിങ്ങിന്റെ പശ്ചാത്തലത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന നമ്മൾ പറയുന്ന സാധനം നമ്മൾ എത്തിച്ചിരിക്കുന്നത് നമ്മളെ ഡീഹ്യൂമനൈസ് ചെയ്യുന്ന, മനുഷ്യരല്ലാതാക്കി മാറ്റുന്നൊരവസ്ഥയിലേക്ക് നമ്മളൊക്കെ എത്തിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ മഹത്തായ എന്തോ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ള. അങ്ങനെയല്ല നടക്കുന്നത്. കാരണം അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഓൾറെഡി അത് വേറൊരിടത്ത് റെക്കോർഡ് ചെയ്ത് പോയി കഴിഞ്ഞു. നിങ്ങൾ അതോടുകൂടി നിങ്ങൾ മെസ്സേജ് അയച്ച പെൺകുട്ടി ആരാണെന്നുള്ളത് കൂടി അവിടെ എത്തിക്കഴിഞ്ഞു. അതാണ് അവസ്ഥ. സിമ്പിൾ ആയിട്ടുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ദിസ് ഈസ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് തിങ്. അപ്പോൾ നമ്മളുടെ ഇടയിൽ ഇതൊക്കെ ഈ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നൊരു സമയത്ത്, ഞാൻ നമ്മളുടെ ഒരു ജീവിതത്തിന്റെ മാറ്റങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് നമ്മളെന്താണ്? നമ്മൾ തൊഴിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ തൊഴിലെന്താണ്? തൊഴിലെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ തൊഴിലിൻ്റെ രൂപം എന്താണ്? ആര് നിർണയിക്കുന്നു? അത് ഇപ്പോൾ മറ്റൊരു സംഗതി കൂടി ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഇത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു വരുന്ന മറ്റൊരു സംഗതിയാണ് സ്കില്ലിംഗ് ആൻഡ് ഡീസ്കില്ലിംഗ്. കാരണം സ്കില്ലിംഗ് ആൻഡ് ഡീസ്കില്ലിംഗ് എന്ന് പറയാനുള്ള കാരണം, സ്കില്ലിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നിങ്ങളെപ്പോൾ മിക്കവാറും പേര് ഇന്റേൺഷിപ്പിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട്. FIUGP സ്റ്റുഡൻസ് ആണെങ്കിൽ ഇന്റേൺഷിപ്പിലേക്ക് പോകുന്നില്ലേ? പോണം. സ്കില്ലിംഗ് ഇല്ലേ? സ്കില്ലിംഗ് ഉണ്ട്. അസാപ്പ് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസോ മറ്റെന്തെങ്കിലോ പഠിച്ചിട്ട് അവസാനം അസാപ്പ് പഠിച്ചിട്ട് അത്തരത്തിലേക്ക് നീങ്ങുന്നില്ലേ? ഉണ്ട്. ആ സ്കില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ തൊഴിലിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഘടകമാണ്. ഈ തൊഴിലെന്ന് പറഞ്ഞാൽ എന്താണ്? സ്കില്ലാണ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചായി മാറി. തൊഴിലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ സ്കില്ലാണ്. നിങ്ങൾക്ക് ആഗ്രഹിച്ചതാണോ അത്? ആവണം നിർബന്ധമൊന്നുമില്ല. അതിനോടൊപ്പം നിങ്ങളോട് പറയും, നിങ്ങൾക്കൊരു പാഷൻ വേണമെന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ മാനേജ്മെന്റ് വിദഗ്ധന്മാർ ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ്. നിങ്ങൾക്കൊരു പാഷൻ വേണ്ടേ? എന്താണ് നിങ്ങളെ കൊണ്ട് ഒരു ക്രിസ്തുവിനുള്ളിൽ നിങ്ങൾക്കൊരു പാഷൻ വേണ്ടേ? രക്ഷിതാക്കളും ഗംഭീരമാണ്. നിങ്ങൾക്കൊരു പാഷൻ വേണ്ടേ എന്ന് ചോദിക്കും. ശരിയാണ്, പാഷൻ വേണം. എനിക്കിന്നതാണ് പാഷൻ എന്ന് നിങ്ങൾ അങ്ങോട്ട് പറയുന്നു. എനിക്കിന്നതാണ് പാഷൻ. ആ പാഷൻ എവിടെയാണ് ഉണ്ടാവുക? പാഷൻ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പണം എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് പാഷൻ ഉണ്ടാക്കാനായിട്ട് വേറെ സ്ഥലങ്ങളിൽ പോയിക്കോളൂ എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ പാഷൻ മീൻസ് മണി. ഈ പാഷൻ എന്ന് പറയുന്നത് സാധിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഈ പണം വേണം. നിങ്ങൾ ഈ പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാഷൻ ഉണ്ട്. ആ പാഷൻ നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും. പണം ഇല്ലാത്തവരോ?
അവർക്കാണ് സ്കില്ലിങ്. ഞാൻ പറയുന്നത് പാഷനുള്ളവര് അത്തരത്തിൽ പോയിക്കോളും. പാഷൻ ഇല്ലാത്തവൻ എന്തായി മാറും? അല്ലെങ്കിൽ പാഷൻ വേണ്ടിപ്പോ ഉണ്ട് പക്ഷെ പണമില്ലാത്തവർ എന്തായിട്ട് മാറും? അവർക്കാണ് നമ്മൾ സ്കില്ലിങ് നടത്തുന്നു എന്ന് പറയുന്നത്. സ്കില്ലിങ് നടത്തി നിങ്ങൾ എന്തായിത്തീരുന്നു? നിങ്ങൾ തൊഴിലാളികളായി മാറുന്നു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എന്തെന്നാ, ഞാനത് ഒരു നെഗറ്റീവായിട്ട് പറയുകയാണെന്ന് വിചാരിക്കരുത്. ദാറ്റ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളൊന്നും അങ്ങനെ ആവണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ സ്കില്ലിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്തായി മാറുന്നു? പാഷനും പണവും കൂടി ചേർന്ന ആളുകൾ അവര് സമൂഹത്തിലുള്ള ഒരു മെറിറ്റോക്രാറ്റിക് എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ യോഗ്യതകളിലൂടെ മുകളിലോട്ട് വരുന്ന, നമ്മൾ സ്ഥിരമായിട്ട് നിങ്ങൾ മാനേജ്മെന്റ് എക്സ്പെർട്ടുകൾ പറയുന്ന IAS ഓഫീസർ ഇജാതി ഏർപ്പാടുകളിലേക്ക് വരുന്ന ഒരു കൂട്ടം ആളുകളായി മാറുകയും, അങ്ങനെ എത്താൻ കഴിയാത്തവരെയൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ ചിലർ റിസർച്ചിന് പോയിട്ട് അവര് 40 വർഷം വരെ അങ്ങനെ തുടരാമെന്ന്, നല്ല പരിപാടിയാണ്, കുഴപ്പമില്ലാത്ത ഒരു സംഗതിയാണ്. റിസർച്ചിന് പോയിട്ടൊരു 10-40 വയസ്സ് വരെയൊക്കെ റിസർച്ച് ചെയ്ത് ചിലപ്പോൾ ജീവിതകാലം അവസാനം വരെ ഇങ്ങനെ റിസർച്ച് ചെയ്ത് ജീവിക്കാമെന്ന് തീരുമാനിക്കുന്നു. അത് നല്ലൊരു ഏർപ്പാടാണ്. അത് കുഴപ്പമില്ലാത്തൊരു, ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ അതുകൂടി ചെയ്യാൻ പറ്റാത്തവര് നമ്മൾ ഏറ്റവും അവസാനം എവിടെയെങ്കിലും ഒരു ടെക്കി ആയിട്ട് മാറിയിട്ട് ഒരു 10-20,000 രൂപ ശമ്പളത്തിൽ എവിടെയെങ്കിലും കയറി അടുത്ത ടെക്നോ പാർക്കിൽ പണിയെടുക്കുന്ന, രാത്രിയോ പകലോ എന്താന്ന് വെച്ചാൽ പണിയെടുക്കുന്ന, വർക്ക് ഫ്രം ഹോം, വർക്ക് നിയർ ഹോം എന്നൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലും പണിയെടുക്കുന്ന ഒരാളായിട്ട് മാറും. ഇതാണ് 21ാം നൂറ്റാണ്ട് സംഭാവന ചെയ്യുന്ന മറ്റൊരു പ്രധാന. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിലൊക്കെ എത്താൻ കഴിയുന്നവരുടെ കാര്യം. ഇത് എത്താത്തവര് എന്താണ്? അവര് പഴയ രീതിയിൽ തന്നെ നമുക്ക് മറ്റേ എന്താ പറയണ്ടേ, മറ്റേ ഹരിതകർമ്മസേന അങ്ങനെ പലതും ഉണ്ട്. അങ്ങനെയൊക്കെ സുഖമായിട്ട് ജീവിക്കാം, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയും ആവാം. അപ്പൊ അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്ന ഒരു, എന്ന് പറഞ്ഞാൽ തൊഴിൽ ഘടനയിലോ മറ്റോ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. ദരിദ്രരായിട്ട് തന്നെ അവസാനിക്കുന്നു, ധനികരായിട്ട് തന്നെ നിലനിൽക്കുന്നു. ജനങ്ങൾക്കിടയിലുള്ള സമ്പന്നവർഗവും ദരിദ്രവർഗവും തമ്മിലുള്ള വേർതിരിവുകൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊന്നും കൂടി കടന്നു വരുന്നു. അതെന്താണത്? അവിടെയാണ് അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിനെയൊക്കെ തന്നെ മറ്റൊരു രീതിയിൽ വ്യാപിക്കുന്ന വേറൊരു സംഗതി കൂടി പിന്നെ കടന്നു വരിക. അതിനാണ് പൊളിറ്റിക്സ് ഓഫ് ഐഡന്റിറ്റി എന്ന് ഞാൻ വിളിക്കുന്നത്. സ്വത്ത് രാഷ്ട്രീയം എന്നും മലയാളം. വാക്കൊരു സുഖമില്ലാത്തൊരു വാക്കാണ്, പക്ഷെ എന്നാലും ആ വാക്ക് ഞാൻ ഉപയോഗിക്കാം. സ്വത്ത് രാഷ്ട്രീയം. കാരണം ഇതിനൊക്കെയുള്ള ഒരു സംഗതി വെച്ചാൽ ഇത് മറികടക്കാനുള്ള ചില രീതികളുണ്ട്. ഇതെല്ലാം അങ്ങനെ തന്നെ നിന്നോണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സമ്പന്നവർഗമായിട്ട് തന്നെ നിന്നോണമെന്നൊരു നിർബന്ധമില്ല. ദരിദ്രവർഗമായിട്ട് നിന്നോണം നിർബന്ധമില്ല. ശിവൻകുട്ടി മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞിട്ട് പോയതാണ്, എന്താണ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു കൂട്ടം ചെറുകിട ആൾക്കാരെ മാത്രം പോരാ, മുഴുവൻ ജനവിഭാഗങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോയത്. അങ്ങനെ മുഴുവൻ ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കണമെങ്കിൽ മുഴുവൻ ജനങ്ങളുടെ കയ്യിൽ എന്ത് വേണം? വീണ്ടും സമ്പത്ത് വേണം, ഇല്ലേ? മുഴുവൻ ജനങ്ങളുടെ കയ്യിൽ എന്ത് വേണം? വീണ്ടും സമ്പത്ത് വേണം. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള സന്തുലിതാവസ്ഥ നിലനിൽക്കുന്ന, എല്ലാ ജനങ്ങൾക്കും ഒരുപോലെയുള്ള സമത്വം നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ നമുക്ക് ടെക്നോളജിയുടെയോ വിജ്ഞാനത്തിൻ്റെയോ സാങ്കേതിക വിദ്യകളുടെയോ ബുദ്ധിയുടെയോ ഒക്കെ തന്നെ വിതരണവും സമതുലിതമായിട്ട് നടക്കാം. പ്രയാസമൊന്നുമില്ല. പക്ഷെ ഇത് വേർതിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് നടത്തുക? എങ്ങനെയാണ് നമ്മൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഞാൻ ഈ മുമ്പ് പറഞ്ഞ ഒരു ബോഡി എന്ന്, ഈ പറയുന്നത് കോസ്മെറ്റിക് ബോഡി ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു ആദിവാസി പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് എന്ത് കോസ്മെറ്റിക് ബോഡി ക്രിയേഷൻ ആണ് അവർ ചെയ്യേണ്ടത്? എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുക? എന്നിട്ട് ചില ആളുകൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഉദാഹരണത്തിന് ഞങ്ങൾക്ക് സിനിമാ താരങ്ങളെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ജീവിക്കാനുള്ള അവകാശം ആദിവാസി സ്ത്രീക്കും കൊടുക്കണ്ടേ? ഈ ദളിത് സ്ത്രീക്കും കൊടുക്കണ്ടേ? അവർക്കും അവകാശമില്ലേ? അവകാശം ആര് കൊടുക്കും? നിങ്ങൾ കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഹൈറാർക്കി, സാമൂഹ്യ വിഭജനം എന്ന് പറയുന്ന അതേപോലെ തന്നെ നിലനിൽക്കുന്നൊരവസ്ഥയുണ്ട്.
ആ നിലനിൽക്കുന്ന അവസ്ഥയെ മറികടക്കാനായിട്ടുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രസക്തമായിട്ട് നിലനിൽക്കും. ഇതിനെ മറികടക്കാനുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ തൊഴിലെടുക്കുന്നവരുടെ, സാധാരണ മനുഷ്യരുടെ, ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ, മുന്നേറ്റങ്ങളുടെ, സമരങ്ങളുടെ, പ്രക്ഷോഭങ്ങളുടെ ഒക്കെ തന്നെ പ്രാധാന്യം എന്ന് പറയുന്നത് അവിടെയുണ്ട്. അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് നമ്മളോട് മറ്റൊരു കാര്യം പറയുന്നത്, ഇല്ല, ഇനി മുതൽ അതൊക്കെ കാലഹരണപ്പെട്ടു എന്ന് 20-ാം നൂറ്റാണ്ടിൽ പറയുന്ന ഒരാള്, ഞാനിപ്പോ 20-ാം നൂറ്റാണ്ടുകാരനെ പോലെയാണ് സംസാരിക്കുന്നത് കേട്ടോ, 20-ാം നൂറ്റാണ്ടിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. തൊഴിലാളി വർഗം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, ഇല്ലേ? എവിടെയാ തൊഴിലാളി വർഗം? നിങ്ങൾ ആരെ പറ്റിയാ തൊഴിലാളി വർഗം എന്ന് പറയുന്നത്? ഹരിതകർമ്മസേനയോ കുടുംബശ്രീയോ ആരെ പറ്റിയാണ് തൊഴിലാളി വർഗം എന്ന് പറയുന്നത്? അങ്ങനെ തൊഴിലാളി വർഗം എന്നൊരു സാധനമില്ല. കൃഷിയൊക്കെ ആരാ ചെയ്യുന്നത്? വേറെ പണിയില്ലേ? കൃഷി യൂസ്ലെസ് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേണമെങ്കിൽ മട്ടുപ്പാവിലോ മറ്റോ ആരെങ്കിലും ചില കൃഷിയൊക്കെ ചെയ്യും. അവർക്ക് ഈ മറ്റേ മധ്യവർഗ വീട്ടമ്മമാർക്ക് സമയം കളയാനായിട്ട് എന്തെങ്കിലും ഒരു പണി ചെയ്യാം എന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ കൃഷിയില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന ജോലികളൊന്നുമില്ല. ഫിഷറീസ് എന്ന് പറയുന്നത് ഇപ്പോൾ കടലാമ വ്യവസായം വന്നതിന് ശേഷം ഫിഷറീസിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ആലോചിക്കേണ്ട കാര്യം, കൊഞ്ചും നെയ്മീനും ഒക്കെ പകരം കടലാമ എന്ന് പറയുന്ന സംഗതി ഇവിടെ വന്നിട്ട് കൃഷി നടത്തി നമ്മളൊക്കെ ആമ മുട്ട ഭക്ഷണം കഴിക്കുന്ന ഒരു മനോഹര ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ചർച്ച ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ തന്നെ പരിശോധിക്കാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ അത് ആരുടെയാണ്? ഈ സീ ടർട്ടിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആരാ നടത്തുന്നതെന്നറിയോ? സീ ടർട്ടിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഓഷ്യാനിക് കുത്തകകളാണ് നടത്തുന്നത്. അല്ല ഇവിടത്തെ മത്സ്യത്തൊഴിലാളിയൊന്നും അല്ല, അവരാണ് നടത്തുന്നത്. അവർക്ക് നിങ്ങളുടെ കടൽ തീരത്ത് കൊണ്ടുവന്നിട്ട് അവരുടെ വ്യവസായം സ്ഥാപിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ നിർമ്മലാ സീതാരാമൻ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓഷ്യനോഗ്രഫി ഇവിടെ പഠിക്കുന്നില്ലേ കുട്ടികൾ? ഇല്ലേ? അക്വാകൾച്ചർ പഠിക്കുന്നില്ലേ? അക്വാട്ടിക് ബയോളജി അവരോട് ചോദിച്ചാൽ അറിയാം. ഈ സംഗതി അവിടെ നിന്നാണ് ഇങ്ങോട്ടാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള വ്യവസായങ്ങൾ നടത്തുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞ് ഇവരുടെ നിയന്ത്രണത്തിൽ വരുന്ന സംഗതികൾ ചെയ്യുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ കോർപ്പറേറ്റ് വ്യവസായ ശൃംഖലയുടെ ഭാഗമായിട്ട് കിട്ടാവുന്ന തൊഴിലുകളാണ് നമ്മുടെ മുമ്പിലുള്ള കിട്ടുന്ന സംഗതി. അത് കിട്ടണമെങ്കിൽ അത് ഫിഷർ ഫോക്കിന് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. മത്സ്യത്തൊഴിലാളികൾക്ക്, ഇപ്പോഴത്തെ മത്സ്യത്തൊഴിലാളികൾ കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ താഴെത്തട്ടുള്ള മനുഷ്യർക്ക് തൊഴിൽ രഹിതരായി ഒന്നും ചെയ്യാൻ കഴിയാതെയായി അവര് അവസാനം ഇല്ലാതായി പോകുന്നൊരവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ മറികടക്കാൻ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കുന്നതിന് വരെ നമ്മളോട് ഇപ്പം എന്താ പറയുന്നത്? നിങ്ങൾ ഇനി മുതൽ സാമൂഹ്യ പ്രസ്ഥാനങ്ങളല്ല സൃഷ്ടിക്കേണ്ടത്, സ്വത്വ പ്രസ്ഥാനങ്ങളാണ്. ഇനി മുതൽ നമ്മളുടെ മതാധിഷ്ഠിതമായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. നമ്മളുടെ ജാതി സമുദായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിങ്ങൾ ഓരോ ദിവസവും TV തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന വ്യക്തി ആരാണ്? ഒരു മൊട്ടത്തലയനാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. മൊട്ടത്തലയല്ലേ, ലേശം മുടി ഇവിടെയൊക്കെ ഉണ്ടോ അല്ലേ? അങ്ങനത്തെ 19 വയസ്സായി പുള്ളി ഇങ്ങനെ വളവളാ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു നടേശൻ എന്ന് മറ്റു പറയുന്ന ഒരാളാണ്. അപ്പൊ ഇയാളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരാള്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളിവിടെ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ കുറിച്ചല്ല ചർച്ച ചെയ്യുമ്പോൾ വരുന്നത്. നമ്മളിവിടെ വരുന്ന മുഴുവനും ഒന്നുകിൽ ഈ സമുദായ നേതാക്കൾ രംഗത്ത് വരുന്നു, അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും മതനേതാവിനെ കുറിച്ച് സംസാരിക്കുന്നു, മതനേതാവിൻ്റെ ഉത്ബോധനങ്ങൾ നമ്മൾ കേൾക്കുന്നു എന്ന് ചുരുക്കി പറഞ്ഞാൽ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിന് പകരം നമ്മൾ ഇന്ന് പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെയാണ്? നമ്മൾ ഇന്ന് അടിസ്ഥാനപരം ജാതി മത സമുദായിക രാഷ്ട്രീയത്തെയാണെന്ന് പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വലിയൊരു ഷിഫ്റ്റാണ്. ഇത് ഞാൻ പറയുന്നത് ഇവിടെ മാത്രം നടക്കുന്നൊരു കാര്യമില്ല, ആഗോളതലത്തിൽ തന്നെ നടക്കുന്നൊരു വലിയൊരു മാറ്റമാണ്. ഇതൊരു വലിയൊരു ഷിഫ്റ്റാണ്. അങ്ങനെ ആ ഷിഫ്റ്റ് വരുന്നതോടുകൂടി ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ ആഗോളതലത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ നടന്നുകൂടാ? ഇപ്പം നിങ്ങൾക്ക് വിക്ടർ അർബാൻ എന്നൊക്കെ പറയുന്ന ഒരാൾക്ക്, അയാളൊരു നിയോ ഫാസിസ്റ്റിന്
ഈ ഹംഗറിയിൽ ഭരിക്കാവുന്നുണ്ടെങ്കിൽ എർദോഗാൻ എന്ന് പറയുന്ന ശുദ്ധ മൊരടൻ ഫാസിസ്റ്റിന് തുർക്കിയിലെ ഭരണാധികാരി ആവാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോർജിയ മെലോണി എന്ന് പറയുന്ന മറ്റൊരു ഫാസിസ്റ്റിന് ഇറ്റലിയിൽ ഭരിക്കാവുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മോദിക്ക് ഭരിച്ചുകൂടാ? അത് അതൊരു വസ്തുതയല്ലേ. മോദിക്ക് വേണമെങ്കിൽ ഭരിക്കാം. മോദി ആരാ? മോദി ഇത്തരത്തിലുള്ള ഹിന്ദുത്വവാദിയാണ്, നമുക്കറിയാം. ആ സ്വത്ത് രാഷ്ട്രീയത്തിന്, അത് ഹിന്ദുത്വത്തിന്റെ സ്വത്ത് രാഷ്ട്രീയത്തിന്, ഇസ്ലാമിസ്റ്റ് സ്വത്ത് രാഷ്ട്രീയത്തിന്, ഇത്തരത്തിലുള്ള നിയോ ഫാസിസ്റ്റ്, നവഫാസിസ്റ്റ് രൂപങ്ങൾക്ക് അതിന് ആധിപത്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലവും കൂടി. ലോകമാസകലം ആധിപത്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലവും കൂടിയാണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആധിപത്യം ലഭിക്കുമ്പോൾ അതിനെതിരായിട്ടൊരു ആന്റി ഫാസിസ്റ്റ് മൂവ്മെന്റ് ആണോ നമ്മൾ കാണുന്നത്? അവിടെ നമ്മൾ കാണുന്നൊരു വലിയൊരു മാറ്റമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം ആ മാറ്റം. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾ ആരാ? ഇവിടുത്തെ ഏതെങ്കിലും, ഇവിടെ കുറെ നിങ്ങൾക്ക് പ്രൊഫസർ സ്കോളേഴ്സ് അസോസിയേഷനിൽ ഇവരാരെങ്കിലും എവിടെയെങ്കിലും കാണാറുണ്ടോ? ടി വിയിൽ ഇല്ല, ഇവരാരും കാണൂല. ഇവിടുത്തെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞത് ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ വക്താക്കളെയാണോ നമ്മൾ ടി വിയിലൊക്കെ കാണുന്നത്? അല്ല, അവരൊന്നും കാണൂല അവിടെ. പിന്നെ ആരാണ് കാണുന്നത്? മറ്റൊരു കൂട്ടം ആൾക്കാരെയാണ്, സോഷ്യൽ ആക്ടിവിസ്റ്റ്. എന്താണ് ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ആര് പറഞ്ഞു നിങ്ങൾ സാമൂഹ്യ പ്രവർത്തകനാണ്? ഞാൻ തന്നെ പറയും. നിങ്ങളോട് സാമൂഹ്യ പ്രവർത്തകനാണെന്ന് വേറെ ആരും പറഞ്ഞില്ല, ഞാൻ തന്നെയാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ സാമൂഹ്യ പ്രവർത്തകൻ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു 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 പ്രത്യേക രാഷ്ട്രീയ രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് പകരം ഒരു പൊസിഷന്റെ അടിസ്ഥാനത്തിൽ, നമ്മളിപ്പോൾ ഇത്രയും കാലം ഇലക്ഷനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എവിടെയാണ് ഒരു പൊസിഷനെ കുറിച്ച് ചർച്ച വന്നിട്ടുള്ളത്? ആർക്കാണ് ഒരു പൊസിഷൻ ഉള്ളത്? പൊസിഷനുള്ള പലപ്പോഴും വ്യവസ്ഥാപിത രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ഒരു പൊസിഷനൊന്നുമില്ല. മറ്റവരൊക്കെ എന്താണ് സംസാരിക്കുന്നത്? അതിന് പേര് ഞാനൊരു ആക്ടിവിസ്റ്റാണ്. ആക്ടിവിസ്റ്റാണെന്ന് പറഞ്ഞാൽ ഞാനൊരു ആക്ടിവിസ്റ്റാണ്, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ട് എനിക്കിതിനോട് പ്രതിഷേധമുണ്ട്. സംഭവിച്ചു, നിങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, നല്ല കാര്യം, നിങ്ങൾക്ക് പ്രതിഷേധിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇല്ല, എനിക്ക് പ്രതിഷേധമുണ്ട്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതല്ല പ്രശ്നം, എനിക്ക് പ്രതിഷേധം ഉണ്ടെന്നുള്ളത് തന്നെയാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന വിചിത്രമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് പകരം, ഇപ്പം നമ്മളൊരു പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് പകരം ഇൻഡിവിജ്വൽ ആക്ടിവിസ്റ്റിന്, വ്യക്തിഗത ആക്ടിവിസ്റ്റുകൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, അവർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് കിട്ടുന്നത്. നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ പേരുകളാണ് നിങ്ങൾ കാണുന്ന മുഴുവൻ. ഇതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി ജനങ്ങൾക്കുണ്ടാവേണ്ടതാണ്. ആ ജനങ്ങൾക്കുണ്ടാവുന്നതിന് പകരം അത്തരത്തിലുള്ള പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെ സ്ഥാനമെന്ന് പറയുന്നത് പലപ്പോഴും ഇൻഡിവിജ്വൽ ആക്ടിവിസ്റ്റുകളുടെ കയ്യിലേക്ക് വരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. ഇത് വളരെ എന്നെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവാണെന്ന് തോന്നാവുന്ന മാറ്റങ്ങൾ. പലർക്കും ഇത് പോസിറ്റീവാണെന്ന് തോന്നാം, ഞാനത് നിഷേധിക്കുന്നില്ല. എന്നെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, കാരണം നിങ്ങളൊരു ഡീഹ്യൂമനൈസിങ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും സർവേലൻസിന് വിധേയമാക്കുന്ന, നിങ്ങളുടെ തൊഴിൽ, നിങ്ങളുടെ ആ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള തൊഴിൽ പോലും നിങ്ങൾക്ക് കിട്ടാതാക്കുന്ന, നിങ്ങൾ ഒരുപക്ഷെ മനുഷ്യനെന്ന പോലൊരു രീതിയിൽ പോലും പരിഗണിക്കാൻ തയ്യാറില്ലാത്ത, അതിന് പകരം നിങ്ങളുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു പക്ഷേ നിങ്ങളുടെ വംശാവലിക്രമത്തിൻ്റെയോ നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ഉള്ളിൽ കെട്ടിയിടുന്ന അതിൻ്റെ മറ്റേ അനുഷ്ഠാനങ്ങളാണ് പ്രധാനമെന്ന് നിങ്ങളോട് പറയുന്ന, ആ അനുഷ്ഠാനങ്ങളനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കേണ്ടതെന്ന് പറയുന്ന ഒരു സമൂഹം, അത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞ, അവിടെ ഇത് മുഴുവൻ ചെയ്യുന്നത്, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പലരും എണീറ്റ് പോയി തുടങ്ങി. ഇത് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണെന്ന് പലരും തീരുമാനിക്കുന്നുണ്ട്. നല്ല കാര്യം. അപ്പോൾ ഇതൊക്കെ പറയുന്നത് കുറച്ച് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണെന്ന് പലരും തീരുമാനിക്കുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നത് അത് മൂലധന ശക്തികൾ തന്നെയാണ്, ക്യാപിറ്റലാണ്, വേറെ ആരുമല്ല. അത് സൃഷ്ടിക്കുന്നത് സാമ്രാജ്യത്വ സ്വഭാവമുള്ള മൂലധന ശക്തികൾ തന്നെയാണ് ഇത് മുഴുവൻ സൃഷ്ടിക്കുന്നത്. നമ്മൾ പറയുന്ന കോർപ്പറേറ്റ് ക്യാപിറ്റൽ, നമ്മൾ പറയുന്ന ഓരോ ആളും, ഗൂഗിളിൻ്റെ ഇല്ലേ, മെറ്റയുടെ, എലോൺ മസ്ക് എന്ന് പറയുന്ന എക്സിന്റെ ആള്, ഇത്തരത്തിലുള്ള ആളുകൾ മുഴുവൻ ലോകത്തിലുള്ള ഏറ്റവും വലിയ ക്യാപിറ്റലിസ്റ്റുകൾ. മാർക്ക് സക്കർബർഗ്, എലോൺ മസ്ക്, സെർജി ബ്രിൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാപിറ്റൽ കൂട്ടത്തിൽ, നമ്മുടെ കൂട്ടത്തിൽ മുക്കി നമ്മൾ അദാനി എന്നൊക്കെ തുടങ്ങിയ ചില ആൾക്കാർ കൂട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അവർ മുക്കിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നീ കുറച്ചുകൂടി മുക്കിയാൽ ചിലപ്പോൾ ഒരു മുകളിൽ കയറുമായിരിക്കും. മോദിയൊക്കെ കൂടി സഹായിച്ചു കൊടുക്കണം, അപ്പോൾ കുറച്ചുകൂടി മുകളിൽ കയറും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറയുന്ന ആളുകളുടെ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള 10-12 വൻകിട കുത്തകളുടെ കയ്യിലാണ് ലോകത്തിലെ ആസ്തിയുടെ 50% ഇപ്പൊ കിടക്കുന്നത്. 40-50% ഓഫ് ദ ടോട്ടൽ അസറ്റ്സ് കിടക്കുന്ന ഈ 10-12 ആളുകളുടെ കയ്യിലാണ്. അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അവരാണ് നമ്മളോട് ഈ സർവേലൻസിന്റെ സംഗതി പറയുന്നത്. അവരാണ് ടെക്നോ ഫെറ്റിഷിസം എന്ന് പറയുന്ന സംഗതി പറയുന്നത്. ടെക്നോ ഫ്യൂഡലിസം എന്ന നാളെ ഒരു പ്രസംഗം നടക്കും. അതിനെപ്പറ്റി ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്, ബട്ട് ഇറ്റ്സ് യൂസ്ഫുൾ. അവിടെ ഒരു ടെക്നോ ഫ്യൂഡൽ സ്വഭാവം ഈ പറയുന്ന ഇതിനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഓരോ മീഡിയക്കാരനും ആമസോണിനോ ഗൂഗിളിനോ അദ്ദേഹം ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, അങ്ങനത്തെ ആളുകൾ വരെ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ എന്താ പറയണ്ടേ, അവരുടെ ഗൂഗിൾ ക്ലൗഡ് സ്പേസ് ഒക്കെ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഇവരൊക്കെ കാര്യങ്ങൾ നടത്തുന്നത്. ഈ ക്ലൗഡ് സ്പേസ് വാടകയ്ക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? പഴയ പാട്ട വ്യവസ്ഥയാണ്. ആ ക്ലൗഡ് സ്പേസ് വാടകയ്ക്ക് എടുത്തിട്ടാണ് നമ്മുടെ മുമ്പിൽ ഹാഷ്മി താജ് ഇബ്രാഹിം എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇങ്ങനെ ഗർജിക്കുന്നു. വല്ലവന്റെ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഈ പണി നടത്തുന്നത്. അപ്പോൾ ഇതിനാണ് ടെക്നോ ഫ്യൂഡലിസം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതൊരു ഈ ക്യാപിറ്റലിസത്തിന്റെ മറ്റൊരു രൂപമാണ്. അങ്ങനെയൊക്കെ വരുന്ന ഒരു ഘട്ടത്തിൽ ടോട്ടൽ കൺട്രോൾ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഏതാനും ചില ആളുകളുടെ നിയന്ത്രണത്തിലേക്ക് വരുമ്പോൾ അവരെ ചെറുത്ത് നിൽക്കാനായിട്ട് ഒരു കൂട്ടം ആക്ടിവിസ്റ്റുകൾ മാത്രം നിന്നിട്ട് കൂക്കി വിളിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. അവിടെയാണ് നമ്മളുടെ പ്രശ്നം വരുന്നത്. അവിടെ 5-6 ആക്ടിവിസ്റ്റുകൾ നിന്നിട്ട് കൂക്കി വിളിച്ചുകൊണ്ടൊന്നൊരു കാര്യമില്ല അവരുടെ മുമ്പിൽ. പിന്നെന്താണ്? ദ എൻറ്റയർ ഹ്യൂമാനിറ്റി, മനുഷ്യരാശിയാണ്, അവർ തിരിച്ചറിഞ്ഞിട്ടാണ് ഇവരോട് പ്രതികരിക്കേണ്ടത്. ആ പ്രതികരണമാണ് ഇനി ഒരു പക്ഷേ ഫ്യൂച്ചേഴ്സിന്, നമ്മളോട് ഫ്യൂച്ചേഴ്സിനെ പറ്റി പറഞ്ഞു, ആ ഫ്യൂച്ചേഴ്സിനെ സൃഷ്ടിക്കാൻ പോകുന്ന അത്തരത്തിലുള്ള ഒരു പ്രതികരണമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇവർ പറയുന്നത് കേട്ട് നമ്മൾ സുഖമായിട്ട് ഒരു പക്ഷെ ജീവിച്ചേക്കാം, പക്ഷെ നമ്മൾ മണ്ടന്മാരായിട്ട് ജീവിക്കും, വേറൊന്നുമില്ല. നമ്മൾ മണ്ടന്മാരും വണ്ടികളുമായിട്ട് ജീവിക്കും, നമുക്ക് യാതൊരു ബോധവും ഉണ്ടാവില്ല, നമ്മളിങ്ങനെ ജീവിച്ചു പൊക്കോളും. ഒരു പക്ഷേ രാവിലെ പോയിട്ട് എവിടെയെങ്കിലും പോയി പണിയെടുക്കും, രാത്രി പോയിട്ട് പബ്ബിൽ പോയിട്ട് വെള്ളം അടിക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി ആൺകുട്ടിയോ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും, കുട്ടിയെ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇല്ലാതാക്കും. അതിന് വേറെ മാർഗങ്ങളുണ്ട്, സെമന്റ് ബാങ്കുകളുണ്ട്, ഇല്ല ഇൻക്യുബേഷൻ പരിപാടികളുണ്ട്. അങ്ങനെ എന്ത് കുട്ടികൾ വേണമെങ്കിലും ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ചുരുക്കി പറഞ്ഞാൽ നല്ല മനുഷ്യ മൃഗങ്ങളായിട്ട് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കും. ഇതാണോ നമ്മുടെ ഫ്യൂച്ചർ? ഇങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത്? ഇതാണ് പരിശോധിക്കേണ്ടത്. ആ ഫ്യൂച്ചേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ മനുഷ്യരാശി എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊരു ക്ലാസ് ഫെനോമെനാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് തൊഴിലെടുക്കുന്നവരുടെ മനുഷ്യരാണ്, തൊഴിലെടുക്കുന്നവരാണ് എല്ലാവരും. ഈ തൊഴിലെടുക്കുന്നവരെയാണ് പട്ടികളെ പോലെയാക്കി മാറ്റുന്നത് എല്ലാവരെയും. ആ ഒരു തിരിച്ചറിവുണ്ടാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഏറ്റവും അവസാനം ഒറ്റ കാര്യം കൂടി പറയുന്നത്, ഒരു 1984 ഒരാളൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേര് മാത്രങ്ങൾ ഏണസ്റ്റ് ബ്ലോക്ക് എന്നാണ് അങ്ങനെ വരുന്നത്, കേട്ട് കാണില്ല. ഏണസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ പഴയ ഞങ്ങളുടെ ഒരു നിങ്ങളൊക്കെ കേട്ട് പരിചയമില്ലാത്തൊരു വാക്കുണ്ട്, മാർക്സിസം. ഇല്ലേ, പോസ്റ്റ് മോഡേണിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, പോസ്റ്റ് ഫെമിനിസം,
പോസ്റ്റ് മലയാളിസം, അങ്ങനൊരു വാക്കുണ്ട്, ശ്രദ്ധിക്കണം. പോസ്റ്റ് മലയാളി, പോസ്റ്റ് മാർക്സിസം, പോസ്റ്റ് കൊളോണിയലിസം, വാഷിങ്ടൺ പോസ്റ്റ്, അങ്ങനെ വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെയാവും വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഒരു പോസ്റ്റ് പരിപാടികളുടെ ഇടയിൽ മറന്നുപോയൊരു വാക്കാണ്, അങ്ങനത്തെ ഒരു മാർക്സിസ്റ്റാണ് ഈ ഏണസ്റ്റ് ബ്ലോക്ക്. പുള്ളി അങ്ങനെ ഈ മാർക്സിസ്റ്റ്, ഒരു പക്ഷേ നമ്മൾ സാമ്പ്രദായിക മാർക്സിസ്റ്റുകാർ ചിലപ്പോൾ പുള്ളിയെ മാർക്സിസ്റ്റായിട്ടൊന്നും അംഗീകരിക്കില്ല. കാരണം പുള്ളി കുറേ ഒരു റെബൽ ടൈപ്പ് മാർക്സിസ്റ്റായിരുന്നു, അതിന് കുഴപ്പമുള്ള ഒരാളാണ്. പക്ഷെ അയാളൊരു പുസ്തകം എഴുതി, പൊളിറ്റിക്സ് ഓഫ് ഹോപ്പ്. ആ പുസ്തകം ഈ ഒരു സാഹചര്യത്തിൽ എന്താ പറയേണ്ടത്, പ്രതീക്ഷ എന്ന് പറയുന്നത് അതിനൊരു രാഷ്ട്രീയം ഉണ്ടെന്നാണ് പുള്ളി. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയ്ക്ക്, സോഷ്യലിസം ആവാം, കമ്മ്യൂണിസം ആകാം, എന്തുവരും, ആ പുതിയ ലോകം സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് മനുഷ്യരെ മനുഷ്യരായി കാണുന്ന, ദളിതനും ബ്രാഹ്മണനും തമ്മിലും ആദിവാസിയും മറ്റേ വന്തവാസിയും തമ്മിലും, സ്ത്രീയും പുരുഷനും തമ്മിലും, വർഗങ്ങളും തമ്മിലുമുള്ള വേർതിരിവുകളെ ക്രമേണയായിട്ട് ഇല്ലാതാക്കി കഴിയുന്നു ഒരു മനുഷ്യലോകത്തിന് അതിനുവേണ്ടിയുള്ള പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ്. ഇതാണ് ഏണസ്റ്റ് ബ്ലോക്ക് പറഞ്ഞത്. സോ അവിടെ നിർത്തുക. പ്രതീക്ഷ സാധ്യമാക്കുന്നതാണ് രാഷ്ട്രീയം. ആ പ്രതീക്ഷ സാധ്യമാക്കുന്നതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയത്തിൻ്റെ അതിനായിട്ടുള്ളൊരു പാത ഇങ്ങ് ഉണ്ടായിക്കൊള്ളും. അത് ഉണ്ടാവണം, നമ്മളൊക്കെ കൂടി ഉണ്ടാക്കണം. 20-ാം നൂറ്റാണ്ടുകാരനായ ഞാനും 21-ാം നൂറ്റാണ്ടുകാരായ ചിലരല്ലാന്നവർ പറയും, എനിക്കറിഞ്ഞൂടാ. എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞു ഞങ്ങൾ 1990-ലാണ്, ആ പരിപാടി വേണം. അപ്പോൾ ഏതായാലും അപ്പോൾ ഈ പറയുന്ന, അപ്പോൾ അത് പറയാതിരിക്കുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റി അല്ലേ. അപ്പോൾ 21-ാം നൂറ്റാണ്ടിലെ ഞങ്ങളൊക്കെ എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ശരിയല്ലേ. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ഒരു പ്രതീക്ഷയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പുതിയ ജനാധിപത്യ രാഷ്ട്രീയം എന്ന് പറയുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കോർപ്പറേറ്റ് സാമ്രാജ്യത്വ മതരാഷ്ട്രീയ ശക്തികൾക്കെതിരെ, മതസാമുദായിക രാഷ്ട്രീയ ശക്തികൾക്കെതിരെ, സ്വത്ത് രാഷ്ട്രീയ ശക്തികൾക്കെതിരെ ഒരുമിച്ച് നിൽക്കാനുള്ള രാഷ്ട്രീയം ഉണ്ടാകണം. അതാണ് ഫ്യൂച്ചർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി.